ഹായ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ചെറിയൊരു വിശേഷം പറയാമെന്ന് വെച്ചിട്ട് വന്നതാട്ടോ കൂട്ടുകാരെ. അപ്പോൾ ഞാനും അമ്മയും ഇന്ന് ആശുപത്രിയിലൊക്കെ പോയി സ്കാനിങ് ഒക്കെ ചെയ്ത് വന്നു കേട്ടോ. അമ്മയ്ക്ക് ഇന്നൊരു CT സ്കാൻ ചെയ്യാനുണ്ടായിട്ടോ. അതിന് വേണ്ടിയിട്ട് പോയിട്ട് വന്നതാണ്. അമ്മയ്ക്ക് ഇന്ന് അഡ്മിറ്റ് ആവേണ്ട ദിവസമാണ് കേട്ടോ. അഡ്മിറ്റായിട്ട് നാളെ 9-ാം തീയതി സർജറി പറഞ്ഞ ദിവസമാണ്. പക്ഷേ ഞങ്ങൾക്ക് ESIയിൽ നിന്നും അതിനുള്ള എല്ലാ രേഖകളും റെഡിയായി കിട്ടാൻ ഒരുപാട് വൈകിട്ടോ. ESIയിൽ എന്തോ സർവർ ഇല്ലയെന്നൊക്കെ പറഞ്ഞിട്ട് 4-5 ദിവസം വൈകി. ആ കടലാസൊക്കെ ഞങ്ങൾക്ക് ഇന്നലെയാണ് കിട്ടിയത്. അപ്പോൾ ഞങ്ങൾ ഇന്നലെ അതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. അത് CT സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കടലാസുകളാട്ടോ റെഡി ആയിട്ട് കിട്ടിയത്. അതൊക്കെ ചെയ്തിട്ട് കാണിക്കേണ്ട സമയമൊക്കെ അത് കഴിഞ്ഞിട്ടാണ് ഇന്ന് അഡ്മിറ്റ് ആവാൻ പറഞ്ഞ ദിവസം. പക്ഷേ ഞങ്ങൾക്ക് അതൊന്നും റെഡിയായി കിട്ടാത്തത് കൊണ്ട് ഞങ്ങൾക്ക് എല്ലാം നേരം വൈകിട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്ന് CT സ്കാൻ എടുക്കാൻ പോയി. ഇന്നലെ പോയിട്ട് ഞാനും അനുശേഷനും ബുക്ക് ചെയ്ത് വന്നിട്ടാ. അപ്പോൾ ഇന്ന് പോയി ഞാനും അമ്മയും CT സ്കാനൊക്കെ എടുത്ത് ഇന്ന് അത് ചെയ്ത് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി നോക്കിയപ്പം ഇന്ന് അതിൻ്റെ റിസൾട്ട് കിട്ടൂല. റിസൾട്ടിന് 4 മണിക്കൂർ 5 മണിക്കൂർ വേണമെന്ന് പറഞ്ഞിട്ട് രാവിലെ വീട്ടിൽ നിന്ന് 8 മണിക്ക് പോയിട്ടുണ്ട് ആശുപത്രിയിലേക്ക്. അവിടെ പോയി പിന്നെ ഒരു ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്തു. ആ ബ്ലഡ് ടെസ്റ്റ് ചെയ്തതിൻ്റെ റിസൾട്ടൊക്കെ കിട്ടിയാലേ സ്കാനിങ് എടുക്കുള്ളൂ. അങ്ങനെ ആ ബ്ലഡിൻ്റെ റിസൾട്ട് കിട്ടാൻ തന്നെ 1 മണിക്കൂറായി. അത് കഴിഞ്ഞ് അവിടെ CT ചെയ്യാൻ ചെന്നപ്പോൾ ഭയങ്കര തിരക്കായി. അത് അമ്മ ഇന്ന് 3-ാമത്തെ ആളോ 4-ാമത്തെ ആളോ അങ്ങനെ എന്തോ ആണെന്ന് സ്കാനിങ് ചെയ്യാനായിട്ട്. അപ്പോൾ അതും നേരം വൈകി ഉച്ചയായി 1 മണിയൊക്കെ ആയി ചെയ്യാനാവുമ്പോഴേക്ക്. അപ്പം ഇന്ന് റിസൾട്ട് കിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അങ്ങനെ നേരെ ഡോക്ടറെ അടുത്തേക്ക് കയറി സിസ്റ്ററെ ഒന്ന് ഫോൺ ചെയ്തിട്ടാ. സിസ്റ്ററെ നമ്പറൊക്കെ എൻ്റെ അടുത്തുണ്ടായി. അപ്പോൾ ഞാൻ സിസ്റ്ററെ ഒന്ന് ഫോൺ ചെയ്ത് ഇങ്ങനെ പറഞ്ഞിന്ന് CT സ്കാൻ ചെയ്തിട്ടുണ്ട്, സർജറിക്ക് അഡ്മിറ്റ് പറഞ്ഞ ദിവസമാണെന്ന്, പക്ഷേ ഞങ്ങൾക്ക് വരാനൊന്നും പറ്റിയില്ല, ESIത്തെ കാര്യങ്ങളൊന്നും റെഡിയായി കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ സിസ്റ്ററെ വിളിച്ചപ്പോൾ സിസ്റ്റർ ഡോക്ടറെ അടുത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി അമ്മേനെ അവിടെ ഒരു ഭാഗത്ത് ഇരുത്തിയിട്ട് ഞാൻ പോയി ഡോക്ടറെ കണ്ടപ്പം ഡോക്ടർ പറഞ്ഞു നാളെ ഇനി റിസൾട്ട് കിട്ടിയിട്ട് അത് കാണിക്കാനായിട്ടൊന്നും ഇങ്ങോട്ട് വരണ്ട, ഞങ്ങളിവിടെ നോക്കിക്കോളാം, അമ്മേനെ ഇങ്ങനെ നടത്തിക്കേണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാ. അപ്പോൾ ഞാനത് ഡോക്ടറോട് പറഞ്ഞു അമ്മയ്ക്ക് അല്ലേലേ നടക്കാനൊന്നും വയ്യ, നല്ല കിതപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി വേണ്ട, അമ്മനെ നാളെ കൊണ്ടുവരണ്ട, ഞങ്ങളതിവിടെ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ടാ. അങ്ങനെ എന്തായാലും ആ കാര്യമൊക്കെ സക്സസ് ആയി. ഇന്ന് ഡോക്ടർ നോക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഇന്ന് സർജറിക്ക് വേണ്ട കടലാസും കാര്യങ്ങളും റെഡിയാക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഒരു എഴുത്തൊക്കെ തന്നു കേട്ടോ. കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിൽ നിന്നാണ് ആ എഴുത്തും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് തരിക. ഞങ്ങൾ അവിടെയാണല്ലോ അമ്മൻ്റെ ട്രീറ്റ്മെൻറ്റ്, ESI മുഖേനയാണ് ട്രീറ്റ്മെൻറ്റൊക്കെ. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളെ കയ്യിലും കരുതണമെങ്കിലും ഒരുപാട് സഹായമാണ് കേട്ടോ നമുക്ക് ഈ ESI ഉള്ളത്. അപ്പോൾ ഇന്ന് ഡോക്ടർ അവിടെ നിന്ന് അതിൻ്റെ കടലാസൊക്കെ ഞങ്ങൾക്ക് സീലൊക്കെ ചെയ്തു ഡോക്ടർ ഒപ്പൊക്കെ ഇട്ട് തന്ന്. ഞങ്ങളതിനി 2 ദിവസം കഴിഞ്ഞാൽ ESIയിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് അതിൻ്റെ കടലാസുകളൊക്കെ റെഡിയാക്കി കിട്ടണം. അതിനി റെഡി ആവണമെങ്കിൽ 2 ദിവസമാണ് കേട്ടോ. ഇപ്പോഴത്തെ സമയം അങ്ങനെയാണ്, 2 ദിവസമാണ് ഇപ്പോൾ അതിൻ്റെ ഒരു എല്ലാ കടലാസും റെഡിയായി കിട്ടണമെങ്കിൽ. ആദ്യമൊന്നും അങ്ങനെയില്ല, ഒരു ദിവസം പോയാൽ ആ ഒരു ദിവസം കൊണ്ട് തന്നെ ശരിയായി കിട്ടേനി കേട്ടോ. ഇപ്പം അങ്ങനെയില്ല, 2 ദിവസം എടുക്കേണ്ടത് ശരിയായി കിട്ടാൻ. അങ്ങനെ എന്തായാലും ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കിയിട്ട് ഞങ്ങൾ 17-ാം തീയതി അഡ്മിറ്റിന് പോകും. 18-ാം തീയതി അമ്മൻ്റെ സർജറിയാണ് കേട്ടോ ഫിക്സ് ചെയ്തത്. അതിലൊരു മാറ്റങ്ങളോ മുടക്കങ്ങളോ ഒന്നും വന്നിട്ടില്ലെങ്കിൽ 18-ാം തീയതി അമ്മൻ്റെ സർജറിയാണ്. അമ്മൻ്റെ വാൾവ് മാറ്റി വെക്കുന്ന സർജറിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് കൂട്ടുകാരെ മുന്നോട്ട് പോയോണ്ടിരിക്കുന്നത്. ഒരുപാട് അനുഭവങ്ങളിലൂടെയാണ് ഇപ്പം പോയത്. അമ്മേൻ്റെ ബ്രസ്റ്റ് സർജറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പം തന്നെ ആകെ ഡൗണായി കിടക്കുകയാണ്. അപ്പോൾ ഇനി ഈ ഒരു സർജറിയും കൂടി ഉണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഞാനൊന്ന് സ്വസ്ഥമായിട്ട് എനിക്കൊരു ജോലിക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട്, ജോലിക്കൊക്കെ ഇറങ്ങണം നമുക്കിപ്പോൾ. അതൊന്നും ഇവിടെ നിന്നിട്ട് ഒരു കാര്യമില്ലല്ലോ. ഞാനും അമ്മയും അബി നന്ദും പഠിക്കുകയാണ്, ഞാനും അമ്മയും വീട്ടിലിരിക്കുകയാണ്. അമ്മയും പണിക്ക് പോയ ആളാണ്, ഞാനും പണിക്ക് പോയ ആളാണ്. ഇപ്പം നമ്മുടെ അനീഷേട്ടൻ മാത്രം പോയിട്ടാണ് നമ്മളെല്ലാ കാര്യങ്ങളും വെച്ചാൽ എല്ലാ കാര്യങ്ങളും കഴിയണത്. ഞാനും ഇപ്പം ജോലിക്കൊന്നും പോകണില്ലല്ലോ. 1 മാസം കഴിഞ്ഞ് ഞാൻ ജോലിയൊക്കെ നിർത്തിയിട്ട്, ഞാൻ വീട്ടിൽ ജോലിക്ക് പോയോണ്ടിരുന്ന ആളല്ലേ. അപ്പോൾ അതങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. പിന്നെ ഇപ്പോൾ മോൻ ഇന്നലെ വണ്ടിയിൽ രാത്രിയിൽ കടയിലേക്കൊന്ന് പോയപ്പോൾ അവൻ വണ്ടിയിൽ നിന്നൊക്കെ വീണു, കാലിന് പരിക്കേറ്റി, കൈക്ക് പരിക്കേറ്റി. അപ്പോൾ നമ്മളെ കഷ്ടകാലം വിടാതെ പിന്തുടർന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. എന്തോ ആവോ ദൈവത്തിനോട് കൂടുതൽ അടുക്കാൻ വേണ്ടിയിട്ടാണോ എന്താണെന്നറിയില്ല, ഒരുപാട് പരീക്ഷണങ്ങളാണ്. പക്ഷേ ദൈവത്തിൽ ഒരുപാട് വിശ്വസിക്കുന്ന ഒരാളായതുകൊണ്ടായിരിക്കും എനിക്കൊരുപാട്
പരീക്ഷണങ്ങൾ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുക കേട്ടോ. അതൊക്കെ നേരിടുന്നുണ്ട് കേട്ടോ. നേരിടാൻ എല്ലാം കൊണ്ടും നേരിടാൻ ഞാൻ ഒരു ധൈര്യമൊക്കെ സംഭരിച്ചിട്ടാണ്. എന്ത് നിസ്സാര കാര്യത്തിനും കരഞ്ഞുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഇന്നിപ്പോൾ ഈ ഒരു അവസ്ഥയിൽ എല്ലാം നേരിടാനും എല്ലാത്തിന് മുൻകൂട്ടി പോകാനൊക്കെ ഇപ്പം ഞാൻ തന്നെ ഉള്ളൂ കേട്ടോ. എല്ലാത്തിനും ഞാൻ തന്നെയാണ് ഇറങ്ങി പുറപ്പെടുന്നത്. അമ്മൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ഇപ്പം ഞാനും അനീഷേട്ടന് പിന്നെ പണിക്ക് പോകണ്ടേ. അപ്പോൾ അനീഷേട്ടൻ പണിക്ക് പോകും, ഞാനാണ് അമ്മൻ്റെ കൂടെ സ്ഥിരം പോവുക. അപ്പോൾ അനീഷേട്ടനും ഞാനുമാണ് ഇപ്പം ഈ ഒരു നമ്മളൊരു ജീവിത സാഹചര്യം ഇങ്ങനെയായിപ്പോയി. നമുക്ക് ഇതൊന്നൊക്കെ എന്തെങ്കിലും ഒരിക്കലൊരു മോചനം ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി നമ്മൾ മുന്നോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ അമ്മേൻ്റെ സർജറിയൊക്കെ സക്സസ് ആവാനും തുടർന്നുള്ള ഞങ്ങളുടെ ജീവിതമൊക്കെ നല്ല സമാധാനത്തോടെ മുന്നോട്ട് പോകാനും നമ്മളെല്ലാ കൂട്ടുകാരും ഒന്ന് മനസ്സറിഞ്ഞൊന്ന് പ്രാർത്ഥിക്കണം. നിങ്ങളെ പ്രാർത്ഥനയിൽ നമ്മൾ ഉൾപ്പെടുത്തണം. അപ്പോൾ എല്ലാ കൂട്ടുകാരോടും ഈ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയണമെന്ന് വിചാരിച്ചു വന്നതാണ്. ഇതൊന്നും വലിയൊരു വീഡിയോ ഒന്നുമില്ല, ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരോടും ബൈ.